ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വ്ളോഗ് കണ്ടാലോ. ഇന്ന് എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുറേ വീഡിയോസ് എടുത്ത് വെച്ചത് കൂട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഇടയത്താഴം കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാറില്ല, പിന്നെ നോമ്പില്ലാത്തവർക്കൊക്കെ ആഹാരം വയ്ക്കണം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രകൃതിയിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. കണ്ടോ, ഇത് ഇന്നലെ നമ്മുടെ മഴയത്ത് ഒടിഞ്ഞു വീണ വാഴക്കുലയാണ്. 2 ആഴ്ചയും കൂടെ ആയാൽ മതിയായിരുന്നു വിളയാൻ, എന്തോ ചെയ്യാൻ. അത് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഒരുക്കി സ്കൂളിൽ വിട്ടു കേട്ടോ. പിള്ളേരുടെ വണ്ടി വരുന്നതിൻ്റെ പുറകെ തന്നെ നമ്മുടെ മീനും കൊണ്ടുവരും. അങ്ങനെ മീനും മേടിച്ചു. പിന്നെ വന്ന് ക്ലീൻ എല്ലാം ചെയ്തു, പെരയെല്ലാം തൂത്തുവാരിയിട്ടു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ തൂക്കുന്നതിന് തൂത്തുവാരുവാണെന്ന് പറയുന്നത്. അങ്ങനെ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ആഹാരവും ചോറും ഉണ്ടാക്കി മീൻകറിയും വെച്ച് കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി വെച്ചപ്പോഴാണ് അക്ക വിളിച്ച് അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞാൻ പത്തനാപുരത്തോട്ട് പോയി, കാരണം ഒന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. അപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. എനിക്ക് ആദ്യം പിന്നെ ഒരു ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം പോയിട്ട് തിരിച്ച് നടന്നാണ് വന്നത്. ഞാൻ ഓട്ടോയിലാണേ പോയത്, 2 വീലർ എണ്ണം കൊണ്ടുപോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പാട്. പിന്നെ പത്തനാപുരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നടക്കാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അത്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ആവശ്യത്തിന് സാധനങ്ങളൊക്കെ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, കുറച്ച് പാല്, മല്ലിയില, ബ്രെഡ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ വീട്ടിൽ എപ്പോഴും സാധനം മേടിക്കുന്നതല്ലേ. പിന്നെ ചിക്കൻ കടയിൽ വന്ന് ചിക്കനും മേടിച്ചു, കപ്പയും മേടിച്ചു. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഒരു ഓട്ടോയിൽ നോക്കി. ഓട്ടോ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഐസ് ബേ കയറി 5-6 ഐസ്ക്രീമും കൂടെ മേടിച്ച്, നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി പോയപ്പോഴത്തേനും ഒരു ഫ്രൂട്ട്സ് കട കണ്ടി. കാരണം ഇങ്ങനെ വഴിയോരത്തൊക്കെ നിൽക്കുന്ന ഫ്രൂട്ട്സ് കടയിലൊക്കെ ഫ്രൂട്ട്സ് മേടിക്കാൻ നല്ല ലാഭമാണ് കേട്ടോ. ഞാൻ 50 രൂപയ്ക്കൊക്കെ മുന്തിരിങ്ങ മേടിക്കുക, ആപ്പിളൊക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ടോ ഗൈസ്? അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീടെത്താറായി, കാരണം പിള്ളേർ വരുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് പിള്ളേർക്ക് ഉച്ച വരികയുള്ളൂ. അവർ 12:45 ആകുമ്പം വരും. അതിന് മുമ്പ് എന്തായാലും വന്നു. പിന്നെ പിള്ളേരെ നോക്കി നിന്നു. അതുകൊണ്ട് ആ ബസ് വരുന്നുണ്ട്. അങ്ങനെ പിള്ളേർ വന്ന്, എൻ്റെ പിള്ളേർ പിന്നെ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഫ്രിഡ്ജിലോട്ട്. അവരുടെ വിചാരം ഫ്രിഡ്ജ് ഒരു ഭൂതമാണെന്ന്, എല്ലാം ഇഷ്ടപ്പെട്ടതെല്ലാം അതിൽ കൊണ്ടുവയ്ക്കുന്നത്. പണ്ട് ഞാനും ഇങ്ങനെയാണ്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ എപ്പോഴും പോയി ഫ്രിഡ്ജ് തുറന്ന് ഐസായിരുന്നു എടുക്കുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ പിള്ളേർക്ക് നമ്മൾ എന്തൊക്കെ മേടിച്ചതെന്നൊക്കെ ഒന്ന് കണ്ട് വേണം അടുക്കളയിലൊക്കെ ഒന്ന് കയറണം. പിന്നെ ഞാൻ മേടിച്ച ഫ്രൂട്ട്സ് എല്ലാം നല്ല വിനാഗിരി ഇട്ട് കഴുകി അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി പാല് കാച്ചാൻ വെച്ചു. അപ്പോഴത്തേനും എൻ്റെ അക്ക മാത്രം വന്നു. അക്കയുടെ ഇളയ മോളും കൂടെ വന്നു. പിന്നെ ചിക്കനെല്ലാം കഴുകി വാരി അങ്ങോട്ട് പുരട്ടി വെച്ചു. അപ്പോഴത്തേനും പിള്ളേരെല്ലാം കൂടെ ഇരുന്ന് കളിയും തുടങ്ങി. പിന്നെ ഭയങ്കര കാറ്റും മഴയും ഇടിയും മഴയൊക്കെ ആയി കേട്ടോ. ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നത് നമുക്കൊരു ആശ്വാസമില്ല, നല്ലൊരു കുളിർമയൊക്കെയാണ്. അതുവരെ നമ്മൾ പുകഞ്ഞിരിക്കും. പിന്നെ നല്ലൊരു ആശ്വാസം. പിന്നെ ജോലി ചെയ്യാനൊക്കെ നല്ല ഉത്സാഹവും. പിന്നെ ഞാൻ കുറേ പാത്രം കിടന്നതൊക്കെ എപ്പോഴും ഞാൻ കഴുകി വെച്ചു. പിന്നെ അവസാനം പിന്നെ എല്ലാം കൂടെ ഒന്നുകൂടി ഭയങ്കര പാടായിരിക്കും. അങ്ങനെ പിന്നെ ഞാനെല്ലാം സവാളയെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ എൻ്റെ അക്കായും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടി ജോലി ചെയ്യുന്നത് ഭയങ്കര ഒരു സന്തോഷം. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് നാളായി ഇങ്ങനെ കൂടിയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ നോമ്പിനും മിക്കവാറും 2-3 ദിവസമൊക്കെ ഇവർ വരുമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇവർ വരുന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അക്കയുടെ മോള് അണ്ണൻ്റെ കൂടെ വന്നു കേട്ടോ. അങ്ങനെ അവളെനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചു. പിന്നെ പിള്ളേരൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ്. അവർ ഒന്ന് ചേർന്നാൽ പിന്നെ വീട് തിരിച്ച് വയ്ക്കും, അതുപോലെ കളി. നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല. നമ്മളും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു. പിന്നെ ഇവർ അടുക്കള കിടന്നങ്ങ് വിരവൊക്കെ മെയിൻ ജോലി. പിന്നെ ഞാൻ അരി അടുപ്പയിലിടാൻ വേണ്ടി തീ ഊതി വെക്കുന്ന കാഴ്ചയാണത് കേട്ടോ. പിന്നെ സമോസയ്ക്കും കട്ട്ലറ്റിനുമുള്ള ഫില്ലിങ് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ പിന്നെയും കളിയും വഴക്കുമായിട്ടൊക്കെ അങ്ങ് കൂടി കേട്ടോ. പിന്നെ അപ്പോഴത്തേന് ആബിദിൻ്റെ കുറേ ഫ്രണ്ട്സ് പള്ളിയിൽ കഞ്ഞി മേടിക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് മഴയൊക്കെ തോന്നായിരുന്നു. അവരെല്ലാം കളിക്കാൻ വന്ന്. പക്ഷെ ഞാൻ ആബിദിനെ എങ്ങും കളിക്കാനൊന്നും വിടത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലമല്ലേ, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ കളിക്കാനൊക്കെ സമ്മതിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് കളിച്ചു. അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു. അപ്പോഴത്തേന് അക്കയുടെ ഹസ്ബൻഡും വന്നു കേട്ടോ.
അപ്പോൾ മറിയ എന്തോ ഇവിടെയൊക്കെ ഇരുന്ന് ചെയ്യുക. അങ്ങനെ പിന്നെ അക്കാടെ ഹസ്ബൻഡൊക്കെ വന്നപ്പോഴത്തേന് പിള്ളേരൊക്കെ അങ്ങ് പോയി. പിന്നെ അപ്പോഴത്തേന് 5:30 ആയി. പിന്നെ പെട്ടെന്ന് കട്ട് ഫ്രൂട്ട്സ് എല്ലാം വെട്ടണം. പിന്നെ 5 മണി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന വഴി അറിയത്തില്ലല്ലോ. നമ്മൾ പിന്നെ എല്ലാം അങ്ങ് ധൃതിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി അസറൊക്കെ നമസ്കരിച്ചു കേട്ടോ. പിന്നെ കോളിഫ്ലവർ കൊണ്ട് അവൾ നല്ലൊരു ബജ്ജി ഉണ്ടാക്കി. പിന്നെ കട്ട്ലറ്റ്, സമോസ നമ്മുടെ സ്ഥിരം മെനുവിന്. പിന്നെ ഇച്ചിരി ബ്രോസ്റ്റഡും കൂടെ ഉണ്ടാക്കി. പിന്നെ ഞാൻ 2 കിലോ ചിക്കനൊക്കെ മേടിച്ചാൽ പിന്നെ അതിനകത്ത് 4 കൂട്ടം ഐറ്റമൊക്കെ വെക്കും കേട്ടോ. എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ കമ്മൻ ചെയ്യും. പിന്നെ എനിക്ക് ഇവരെല്ലാം വരുന്നത് ഭയങ്കര സന്തോഷം. നമ്മളെന്നും ഒറ്റയ്ക്കിരുന്നില്ലേ ആഹാരമൊക്കെ കഴിക്കും. എല്ലാവരുമായിട്ട് ഇന്ന് കഴിക്കുമ്പോൾ കറിയൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അത് പ്രത്യേക സന്തോഷം. എനിക്കിങ്ങനെയൊക്കെ എല്ലാവരും വരുമ്പോൾ എല്ലാം ആഹാരങ്ങളും ഉണ്ടാക്കി കൊടുത്ത് ടേബിൾ നിറച്ച് വെക്കണം കേട്ടോ. അവർ കഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ഇവർക്ക് പിന്നെ ഒരു കുറ്റവും പറയത്തില്ല. ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അവർ എല്ലാത്തിനും നല്ല അഭിപ്രായം പറയും. അങ്ങനെ പിന്നെ പിള്ളേരെല്ലാവരും കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുവാണേ. പിള്ളേർക്കും ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. ഇനി 30 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന. പിന്നെ ആബിദും ആയിഷും കൂടെ പോയി നമസ്കരിച്ചു. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ഫ്രൂട്ട്സ് കഴിപ്പിനും കഥയും പറച്ചിൽ. അവരുടെ കഥ പറച്ചിൽ ഇതുവരെ തീർന്നില്ല. പിന്നെ ഞാനും മഗ്‌രിബൊക്കെ നമസ്കരിച്ചിട്ട് വന്നിട്ട് ഇടിയപ്പവും ഉണ്ടാക്കി കപ്പയൊക്കെ പുഴുങ്ങിയത്. കാരണം ചൂടോടെ വേണ്ടി. പിന്നെ അവർ കഴിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങ് കൊണ്ടുപോകാൻ. കാരണം വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് ലേറ്റാവും. പിന്നെ ഞങ്ങളുടെ അത്തായും വന്നിട്ടില്ല. അത്ത ഇന്ന് അവരുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങ് കഴിക്കാൻ നിന്നില്ല. എല്ലാം അങ്ങ് കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അമ്മയും കൂടെ കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്ത് ഇൻട്രോ ഒക്കെ കൊടുക്കാറുള്ള ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുക്കളയെല്ലാം ക്ലീനാക്കാൻ വന്നപ്പോഴത്തേനും മറിയത്തിന് അന്നേരം ഇപ്പോൾ പഠിച്ചേ പറ്റത്തുള്ളൂ. എക്സാമൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് അവളെയും പഠിപ്പിക്കായിരുന്നു. അണ്ണൻ പിന്നെ ആ സൈഡിൽ ഇരുന്ന് ആഹാരവും കഴിച്ച് അണ്ണന് പള്ളിയിൽ പോകണം തറാവീഹ് നമസ്കരിക്കാൻ. അങ്ങനെ പിന്നെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിള്ളേർക്ക് ആഹാരം കൊടുത്ത് അടുക്കളയും ക്ലീൻ ചെയ്തു. എല്ലാവർക്കും എൻ്റെ ഈ ദിവസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.